ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓട്ടം അല്ലെങ്കിൽ ഫോൾ സീസൺ അല്ലെങ്കിൽ മലയാളത്തിൽ ശിശിരകാലം എന്ന് പറയുന്ന ജർമ്മൻ ഭാഷയിൽ ഹെർബ്സ്റ്റ് എന്നുള്ള സീസണെ പറ്റിയാണ്. സമ്മറിൽ നിന്ന് വിന്ററിലേക്കുള്ള ഒരു ട്രാൻസിഷൻ സമയമാണ് ഓട്ടം സീസൺ. ജർമ്മനിയിൽ ടിപ്പിക്കലായിട്ട് ഈ ഒരു സീസണിൽ ആളുകൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം. സൂര്യപ്രകാശം കുറഞ്ഞ് ദിവസത്തിൻ്റെ നീളം കുറഞ്ഞ് നല്ല കാറ്റും മഴയും ചിലപ്പോൾ മൂടൽ മഞ്ഞും ഇരുട്ടും കൂടിയ സീസണാണ് ഓട്ടം സീസൺ. ഈ ഒരു സമയത്തുള്ള കുറച്ച് പ്രത്യേകതകൾ, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും മാറ്റം ഒരു അനിവാര്യമാണെന്ന് നമ്മളെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഫോൾ സീസൺ. സെപ്റ്റംബർ മുതൽ നവംബർ അവസാനം വരെ ഓട്ടം സീസൺ ആയിട്ടുള്ള രാജ്യങ്ങളാണ് നോർത്ത് യൂറോപ്യൻ രാജ്യങ്ങളും നോർത്ത് അമേരിക്കയും ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ. ഈ രാജ്യങ്ങളിൽ ദിവസങ്ങൾക്ക് നീളം കുറയുന്നു, സൂര്യപ്രകാശം കുറഞ്ഞ് ഇരുട്ടും തണുപ്പും കാറ്റും ഒക്കെ മിക്കവാറും മരങ്ങളിലെ ഇലകൾ കൊഴിയുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഓട്ടം സീസൺ. ഈ ഒരു സീസണിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സൂര്യപ്രകാശം കുറയുന്നതോടുകൂടി നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലെ ഇലകൾ മഞ്ഞയും ചുമന്നും ഓറഞ്ചും കളറുകളിലേക്ക് മാറി പിന്നീട് നല്ല കാറ്റും മഴയും എല്ലാം വരുമ്പോൾ അത് കൊഴിഞ്ഞ് ഡിസംബർ മാസമാകുമ്പോഴേക്കും മിക്കവാറും കട്ടി കുറഞ്ഞ ഇലകളെല്ലാം കൊഴിഞ്ഞു തീർന്നിട്ടുണ്ടാകും. കട്ടിയുള്ള ഇലകളുള്ള കോണിഫർ മരങ്ങൾ അല്ലെങ്കിൽ പൈൻ മരങ്ങൾ മാത്രമാണ് ഇല പൊഴിയാതെ കൊടും ശൈത്യവും മഞ്ഞിനെയും അതിജീവിച്ച് നിലനിൽക്കുന്നത്. മരത്തിൽ നിന്ന് കൊഴിയുന്ന ഇലയാകട്ടെ ഒന്നാന്തരം കമ്പോസ്റ്റാണ്. മാത്രമല്ല മണ്ണിന് ഈർപ്പം നിലനിർത്തുന്നതിനും മരത്തെയും വേരിനെയും മഞ്ഞിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഈ കരിയിലകൾ സഹായിക്കുന്നു. മരങ്ങളും ഇലകളും ഫോട്ടോസിന്തസിസ് തൽക്കാലം വേണ്ടെന്ന് വെക്കുന്ന പോലെ തന്നെ മറ്റു ജീവജാലങ്ങളും പ്രകൃതിയിൽ കാലാവസ്ഥയുടെ മാറ്റമനുസരിച്ച് തങ്ങളുടെ മെറ്റാബോളിസം തന്നെ മാറ്റുന്ന രണ്ട് ജീവികളാണ് അണ്ണാനും മുള്ളൻ പന്നിയെ പോലെ കാണുന്ന ഹെഡ്ജ്ഹോഗ് എന്ന ജീവിയും. അണ്ണാനാണെങ്കിൽ തണുപ്പ് കാലം തുടങ്ങുമ്പോൾ തന്നെ തിടുക്കം കൂട്ടി അതിന് വിൻ്ററിലേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, അതായത് ഈ സീസണിൽ മാത്രം കിട്ടുന്ന വാൽനട്ട്സും ചെസ്നട്ട്സും എല്ലാം പെറുക്കി കൂട്ടി മാളങ്ങളിൽ ഒളിപ്പിക്കുന്നു. യൂറോപ്പിൽ വളരെ പോപ്പുലറായ ഒരു ജീവിയാണ് ഹെഡ്ജ്ഹോഗ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഴുക്കളെയും ഷഡ്പദങ്ങളെയും പ്രാണികളെയും കഴിച്ച് ശരീരഭാരം കൂട്ടി ഫാറ്റ് ഡെപ്പോസിറ്റ് കൂട്ടിവെച്ച് ഒരു ശൈത്യകാല ഉറക്കത്തിന് ഒരുങ്ങുകയാണ് ഈ ജീവിയുടെ ലക്ഷ്യം. ഹെഡ്ജ്ഹോഗ് കരിയില കൊണ്ട് കൂടുണ്ടാക്കി ശൈത്യകാല ഉറക്കം നടത്തുമ്പോൾ അണ്ണാൻ ചുറ്റുവട്ടമെല്ലാം നിരീക്ഷിക്കാൻ രാവിലെയും വൈകുന്നേരം മാത്രം പുറത്തിറങ്ങുന്നു. തണുപ്പ് കാലം അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായി തടാകങ്ങളിലും കുളങ്ങളിലുമുള്ള മത്സ്യങ്ങൾ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി അവർക്ക് അനുയോജ്യമായ ശൈത്യകാല നിദ്ര നടത്തി തണുപ്പ് കാലം കഴിഞ്ഞതിന് ശേഷമേ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വരുന്നുള്ളൂ. കൊടും ശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഭക്ഷണക്ഷാമം നേരിടുന്നതുകൊണ്ടും തണുപ്പ് കാലത്ത് തന്നെ പക്ഷികളെല്ലാം കൂട്ടം കൂടി ദൂര രാജ്യങ്ങളിലേക്ക് യാത്രയാകുന്നു. ഇങ്ങനെ കൂട്ടം കൂടി പലായനം ചെയ്യുന്ന പക്ഷികൾ അവരുടെ സ്പ്രിംഗ് സീസണിലുണ്ടാക്കിയ ഭദ്രമായ കൂടുകൾ ഉപേക്ഷിച്ച് പോവുകയും കടുത്ത തണുപ്പ് മാറുമ്പോൾ അവർ തിരിച്ച് ചേക്കേറുകയും ചെയ്യുന്നു. കൂട്ടം കൂടിയുള്ള ഇവരുടെ യാത്ര വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ദേശാടനമാണ്. പ്രത്യേകിച്ച് ഗൈഡൻസോട് കൂടിയുള്ള ഇവരുടെ നാവിഗേഷനും ശത്രുക്കളെ നേരിടുന്നതിനും ഭക്ഷണത്തെ തേടിയുള്ള അവരുടെ യാത്രയും വിശ്രമത്തിനുള്ള സ്ഥലം അന്വേഷിക്കലും എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയാണ്. വി ഷേപ്പിലുള്ള ഇവരുടെ പറക്കൽ 1/3 എനർജി സേവ് ചെയ്യാൻ ഇവരെ സഹായിക്കുന്നു. കൂട്ടം കൂടിയുള്ള ഇവരുടെ സംഘടിത മുന്നേറ്റം വഴിയിൽ എന്തു പ്രശ്നങ്ങളുണ്ടായാലും ഒറ്റക്കെട്ടായി നേരിടാനും സഹായിക്കും. 6000 വരെ കിലോമീറ്റർ താണ്ടിയാണ് ഇവർ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും സദേൺ യൂറോപ്യൻ രാജ്യങ്ങളിലും എത്തിപ്പെടുന്നത്. പ്രകൃതിയിലെ പ്രതികൂല സാഹചര്യങ്ങൾ അനുസരിച്ച് ഇത്ര ദൂരെ യാത്ര ചെയ്ത് അവർക്ക് എത്തേണ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും പിന്നീട് ഫേവറബിൾ ആയിട്ടുള്ള കാലാവസ്ഥ വരുമ്പോൾ അവിടെ നിന്ന് വളരെ കൃത്യമായി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ
ഉള്ള ഇവരുടെ കഴിവ് അതിശയകരം തന്നെ. നൈറ്റിംഗേൽ, കുക്കു ബേർഡ്, കൊക്കുകൾ ഇങ്ങനെ പോകുന്നു സാധാരണയായി ദേശാടനം നടത്തുന്ന പക്ഷികൾ. എന്തിനു പറയുന്നു, നമുക്കെല്ലാം പരിചയമുള്ള ഏറ്റവും കുഞ്ഞു പക്ഷിയായ സ്വോളോ പോലും ദിവസം 200 മൈൽ ഫ്ലൈ ചെയ്തിട്ടാണ് 40 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ആഫ്രിക്കയിലെത്തുന്നത്. വിൻ്റർ തീരുമ്പോൾ തന്നെ കൃത്യമായി സ്വന്തം നാട്ടിലേക്ക് 40 ദിവസമെടുത്ത് സ്വോളോ പക്ഷികൾ തിരിച്ചു വരുന്നു. സ്വോളോ തിരിച്ചു വരുമ്പോൾ സ്പ്രിംഗ് സീസൺ ആരംഭിച്ചു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. വാൽനട്ട്സും ചെസ്നട്ട്സും ഹേസൽ നട്ട്സുമെല്ലാം ശേഖരിക്കുന്ന സമയം കൂടിയാണ് ഓട്ടം സീസൺ. വിളഞ്ഞ് പാകമാകുമ്പോൾ ഈ നട്ട്സ് നിലത്ത് വീഴുന്നു. നിലത്ത് വീണ് നമുക്ക് പെറുക്കിയെടുക്കുന്നതാണ് ഈ ഒരു നട്ട്സിൻ്റെ പാകം നിർണ്ണയിക്കുന്നത്. നല്ല ശക്തിയുള്ള കാറ്റുണ്ടാകുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ പട്ടം പറപ്പിക്കുന്നതിന് കുട്ടികൾക്ക് കിട്ടുന്ന സുവർണ അവസരം കൂടിയാണ്. വിവിധ നിറങ്ങളിലുള്ള ഇലകൾ പെറുക്കിയെടുക്കുന്നതും വാൾനട്ടും ചെസ്നട്ടും ശേഖരിക്കുന്നതും, അതുപോലെ ഹലോവീൻ ആഘോഷത്തോടനുബന്ധിച്ച് മത്തങ്ങകൾ വിവിധ ഷേപ്പിൽ കാർവിങ് ചെയ്യുന്നതും, വിവിധ നിറങ്ങളിലുള്ള കടലാസ് കൊണ്ട് ലാൻറ്റേൺ ഉണ്ടാക്കുന്നതും എല്ലാം ഈ ഒരു സീസണിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഫ്രീ ടൈം ആക്ടിവിറ്റീസാണ്. ഈ ഒരു സീസൺ വിളവെടുപ്പിൻ്റെ കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആപ്പിൾ, മത്തങ്ങ, പെയർ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ക്യാബേജ്, വിവിധ തരത്തിലുള്ളത് ഇവയെല്ലാം കൃഷിക്കാർ ശേഖരിച്ച് വെച്ച് അത് തണുപ്പ് കാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുന്നു. വനങ്ങളിൽ നിന്ന് കൂണുകൾ ശേഖരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കൂണുകൾ കഴിക്കാൻ പറ്റുന്നതാണോ വിഷമുള്ളതാണോ എന്ന് തിരിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനു വേണ്ടി പ്രത്യേകം കോഴ്സുകൾ തന്നെ നിലവിലുണ്ട്. നടക്കാൻ പോവുക എന്നുള്ളതാണ് ഈ സീസണിൽ ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടിവിറ്റീസ്. ഓട്ടം സീസണിൽ നല്ല തെളിഞ്ഞ ആകാശമുള്ള സൂര്യപ്രകാശമുള്ള ദിവസങ്ങൾ, ഗോൾഡൻ ഒക്ടോബർ അല്ലെങ്കിൽ ഇന്ത്യൻ സമ്മർ എന്ന ഓമന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്തരം മനോഹരമായ ദിവസങ്ങൾ മിസ് ചെയ്യാതെ പുറത്ത് നടക്കാൻ പോവുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രകൃതിയിലും ജീവജാലങ്ങളിലും വരുന്ന മാറ്റങ്ങൾ പോലെ തന്നെ സൂര്യപ്രകാശം കുറയുമ്പോൾ മനുഷ്യരിലും ഒരു തരം സീസണൽ അല്ലെങ്കിൽ ടെമ്പററി ഡിപ്രഷനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ സമയവും ഇരുട്ടായതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുകയും അത് നമുക്ക് ശരീരത്തിൽ കൂടുതൽ ക്ഷീണമുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ പുറത്തിറങ്ങി മൂവ് ചെയ്താൽ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ ശരീരത്തിൽ സീറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുകയും ഇത്തരം ഡിപ്രഷൻ ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും വർദ്ധിക്കുന്നു. 180,000 വൈൽഡ് ഗൂസ് ആണ് ഓരോ വർഷവും ആർട്ടിക് പ്രദേശത്തു നിന്ന് തണുപ്പ് കാലത്ത് ഒക്ടോബർ അവസാനമാവുമ്പോഴേക്കും ജർമ്മനിയിലെ റൈൻ നദിയുടെ തീരത്തെത്തുന്നത്. താറാവിൻ്റെയും അരയന്നത്തിൻ്റെയും കുടുംബത്തിൽപ്പെട്ട വൈൽഡ് ഗൂസ് പൊതുവെ വെള്ളത്തിനടുത്ത്, അതായത് നദിയരികിൻ്റെയും തടാകത്തിൻ്റെയും കുളങ്ങളുടെയും അടുത്താണ് താമസിക്കുക. സൈബീരിയയിലെ കൊടും തണുപ്പിൽ നിന്ന് ഭക്ഷണം തേടിയും തണുപ്പ് കുറവുള്ള സ്ഥലങ്ങൾ നോക്കി ജർമ്മനിയിലെത്തുന്ന ഇത്തരം പക്ഷികൾ പലപ്പോഴും കുറച്ച് മാസങ്ങൾ മാത്രം ഇവിടെ ഇടത്താവളമായി കരുതുന്നു. അതിനുശേഷം ആഫ്രിക്കയിലേക്കോ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലേക്കോ വീണ്ടും കൂട്ടത്തോടെ യാത്ര ചെയ്യുന്നു. 60 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെയാണ് ഒരു മണിക്കൂറിൽ ഈ പക്ഷികൾ യാത്ര ചെയ്യുന്നത്. സമൃദ്ധമായ പുല്ലും വെള്ളവും അടുത്ത് തന്നെയുള്ളതുകൊണ്ട് മിക്കവാറും നദിയരികിൽ തന്നെ ഈ പക്ഷികൾ കൂട്ടത്തോടെ ഉണ്ടാകും. ജർമ്മനിയിലെ പല ഭാഗങ്ങളിൽ റൈൻ നദിയുടെ തീരത്തായി ഈ പക്ഷികളെ കാണാൻ വർഷം തോറും അനേകായിരം ടൂറിസ്റ്റുകൾ ബസ്സുകളിൽ എത്തുന്നു. ഏറ്റവും പ്രശസ്തമായത് ക്രാനൻബുർഗ് എന്നുള്ള സ്ഥലമാണ്. പൊതുവെ ശാന്തരായ ഈ പക്ഷികൾ ശത്രുക്കളുടെ ആക്രമണത്തിൽ മാത്രം വളരെ അഗ്രസീവായി ശത്രുക്കളെ അറ്റാക്ക് ചെയ്യുന്നു. വളരെ ഇൻ്റലിജൻ്റായ ഈ പക്ഷികൾ മനുഷ്യരെ പോലെ തന്നെ ജീവിതകാലം മുഴുവൻ ഒരേ ഒരു പങ്കാളിയുടെ കൂടെയാണ് ജീവിതം. മാത്രമല്ല കുട്ടികളെ 1 വർഷം വരെ കൂടെ കൊണ്ടു നടന്ന്
അതിനുശേഷം ദേശാടനത്തിന് ഇവൾ പറന്നു പോകുമ്പോൾ കൂട്ടത്തിൽ കൊണ്ടുപോവുകയും ഗ്രൂപ്പായി 100 വരെയുള്ള ഗ്രൂപ്പുകളായാണ് ഇവർ പറക്കുന്നത്. പറക്കുമ്പോൾ എനർജി സേവ് ചെയ്യുന്നതിനായി ഒരാളുടെ തൊട്ട് മുകളിലായിട്ടാണ് അടുത്ത പക്ഷി പറക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ആരെങ്കിലും ക്ഷീണമാണെങ്കിൽ അടുത്തയാൾക്ക് സ്ഥാനം മാറ്റാവുന്നതുമാണ്. ശരീരഘടനയനുസരിച്ച് വിവിധ തരത്തിലുള്ള ഗൂസ് ഇവിടെ കാണുന്നുണ്ട്. ഈജിപ്ഷ്യൻ ഗൂസ്, കനേഡിയൻ ഗൂസ്, ഗ്രേ ലാഗ് ഗൂസ്, ഇങ്ങനെ പോകുന്നു അവരുടെ വ്യത്യസ്തമായ പേരുകൾ. ക്രിസ്തുവിന് മുമ്പേ തന്നെയുള്ള ചരിത്രത്തിൽ ഈ പക്ഷികളെ ഡൊമസ്റ്റിക് ബേർഡായി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇവയെ ഇണക്കി വളർത്താവുന്നതാണ്. വിവിധ കഥകളിൽ, ഫെയറി ടെയിലുകളിൽ മിക്കവാറും ഗൂസ് എന്നുള്ള കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ പേരുകേട്ട ജൂനോയുടെ ഗൂസ് ആണ് റോമ സാമ്രാജ്യത്തെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചതെന്നുള്ള കഥ തന്നെയുണ്ട്. Thank you.